സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലാ അല്ലാഹുവേ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് രാവാണ്. ആ രാവിലെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ വളരെ മഹത്വമുള്ള സമയം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ യാസീൻ ഓതുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ്? അസറിന് ശേഷം ഓതണോ അതോ മഗ്‌രിബിന് ശേഷം ഓതണോ? ഇനി യാസീൻ തന്നെ നമ്മൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓതുന്നത്, എങ്ങനെയാണ് ഓതേണ്ടത്, അതുപോലെ ഓതുന്നതിനിടയ്ക്ക് ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു സംശയങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പുണ്യങ്ങളേറെ നിറഞ്ഞ ശഅബാനിലെ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് നാം കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ് ബറാഅത്ത് രാവ്, അല്ലേ? തിങ്കളാഴ്ചയാണ് ബറാഅത്ത് രാവ്. ആ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആദ്യം മുതലേ ചെയ്തു വരുന്ന കാര്യമാണ് ബറാഅത്ത് രാവിൽ യാസീൻ ഓതുന്നത്. യാസീൻ നമ്മൾ ഓതണം. ആളുകൾക്ക് ഒരുപാട് സംശയമാണ്, എങ്ങനെയാണ് ഓതേണ്ടത്, ഇപ്പോഴാണ് ഓതേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഓതേണ്ടത്, യാസീൻ ഓതുന്ന സമയത്ത് എന്തൊക്കെയാണ് നിയത്ത് വെക്കേണ്ടത്, അതുപോലെ തന്നെ യാസീൻ അറിയാത്തവരുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങളാണ് പലരും ചോദിക്കുന്നത്. ഏകദേശം നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും കേൾക്കുകയും നമ്മളെ സഹോദരങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും അവർ ചെയ്യട്ടെ. അല്ലാഹു അതിന്റെ കൂലി നമുക്ക് തരുന്നതാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറെ പുണ്യങ്ങൾ നിറഞ്ഞ ബറാഅത്ത് രാവുകൾ തിങ്കളാഴ്ചയാണ്. എപ്പോഴാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറെ പുണ്യങ്ങൾ നിറഞ്ഞ ബറാഅത്ത് രാവ് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബറാഅത്ത് രാവ് തുടങ്ങുകയാണ്. ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇനി ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. ബറാഅത്ത് രാവിൽ യാസീൻ നമ്മൾ ഓതണം. യാസീൻ നമ്മൾ മറക്കാതെ ഓതണം. അപ്പോൾ നമ്മൾ യാസീൻ ഓതേണ്ടത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ്. ചിലർ അസറിനെ ഓതും. ആ സമയമല്ല ഏറ്റവും നല്ലത്, ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് യാസീൻ ഓതൽ ഏറ്റവും ഉത്തമമായത്. ഏറ്റവും നല്ല സമയം യാസീൻ തുടരെ ഓതുന്നതാണ് നല്ലത്. ചിലരെന്തെയും ഒരു യാസീൻ ഓതി വെച്ചിട്ടങ്ങ് പോകും, പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും. അങ്ങനെയല്ല, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ തുടരെ ഓതലാണ് നല്ലത്. അതായത് ഒരു യാസീൻ ഓതി കുറച്ച് വിശ്രമിച്ചിട്ട് അടുത്ത് ഒന്ന് ഓതാം. അങ്ങനെയല്ല, യാസീനും തുടരെ ഓതലാണ്. ഈ യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ ഒന്നീ പരദൂഷണം അല്ലെങ്കിൽ മറ്റുള്ള ആരുടെയും കുറ്റങ്ങൾ കുറവുകളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നൊക്കെ വലിയ മഹത്വമുള്ള രാവുകളാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സംസാരിക്കാതെ തന്നെ നമ്മൾ ഈ യാസീൻ ഓതണം. ചിലര് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് യാസീൻ തുടങ്ങി. അപ്പോൾ ഇശാ സമയമായി, ഇശാന്റെ ബാങ്ക് കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഉസ്താദേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ബാങ്കിന് ഇജാബത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഓതുക. യാസീൻ ഏതൊക്കെ നിയത്ത് വെച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഓതേണ്ടത്. യാസീൻ ഓതണമല്ലോ, ഏതൊക്കെ നിയത്ത് വെച്ചുകൊണ്ടിട്ടാണ് ഓതേണ്ടത്? ഒന്നാമത്തെ യാസീൻ ഓതുന്ന ആ ഓതുന്ന വ്യക്തിക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി അങ്ങനെ അല്ലാഹുവേ ഒരു നിയത്തിൽ ഒരു യാസീൻ ഓതുക. അല്ലാഹുവേ എനിക്കും എൻ്റെ കുടുംബത്തിനും, അല്ലാഹുവേ എനിക്കും എൻ്റെ ഇണയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്നുള്ള നിയ്യത്ത്. അപ്പോൾ ഒരു നിയ്യത്ത് വെക്കുക, ആയുസിന് വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു യാസീൻ ഓതുക. അല്ലാഹുവേ ഞാനൊരു യാസീൻ ഓതാൻ പോകുകയാണ്. ഈ യാസീന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എനിക്കും എൻ്റെ ഇണയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഒന്നാമത്തെ യാസീൻ എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ദീർഘായുസിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ യാസീൻ റിസ്ക് വിശാലമാക്കാൻ വേണ്ടി. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു നൽകപ്പെടുന്ന വസ്ത്രം, ഭവനം, വാഹനം, അതുപോലെ അല്ലാഹു അവന് വിശാലത നൽകി കൊടുക്കുന്നതാണ്. ഇതിലെല്ലാം വിശാലത നൽകണേ അല്ലാഹ്. എൻ്റെ ഭക്ഷണ വിശാലത നൽകണേ അല്ലാഹ്.
എന്നെ നീ ദരിദ്രനാക്കല്ലേ പടച്ചവനെ, എന്നെ രോഗിയാക്കല്ലേ അല്ലാ, എന്റെ എല്ലാ മേഖലകളിലും നീ വിശാലത നൽകണേ അല്ലാ. അപ്പോൾ ഈ രണ്ടാമത്തെ യാസീൻ എന്തിനു വേണ്ടി നമ്മൾ ഓതണം? റിസ്ക് വിശാലമാക്കാൻ വേണ്ടിയാണ്, ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി. അപ്പോൾ അവിടെ നിയത്തി വെക്കുക, അല്ലാഹുവേ ഞാനിതാ രണ്ടാമത്തെ യാസീൻ ഓതാൻ പോകുന്നു, എനിക്കും എന്റെ കുടുംബത്തിലുള്ളവർക്കും നീ റിസ്ക് ഭക്ഷണ വിശാലത നൽകണേ അല്ലാ എന്നുള്ള നിയത്തിൽ. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ വസ്തുക്കളും, അതാണ് റിസ്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നീ വിശാലത നൽകണേ അല്ലാ, അതിൽ ദാരിദ്ര്യവും കുടുസും നൽകല്ലേ പടച്ചവനെ. മൂന്നാമത്തെ യാസീൻ എന്തിനാണ് ഓതുന്നത്? നല്ല മരണം കിട്ടാനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബർ വിശാലമാക്കാനും മുഅ്മിനീങ്ങൾക്ക് മൂന്നാമത്തെ യാസീൻ ഓതുക. അല്ലാഹുവേ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു പടച്ചവനെ, നീ മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. എന്നെ ഒരു സത്യനിഷേധിയായിട്ടോ, ഒരു മുനാഫിക്കായിട്ടോ, ഒരു കള്ളനായിട്ടോ, ഒരു വ്യഭിചാരിയായിട്ടോ, ഒരു മോശക്കാരനായിട്ടോ ഒന്നും എന്റെ റൂഹ് പിടിക്കല്ലേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടിയുള്ളത് നല്ല മരണം നീ നൽകണേ പടച്ചവനെ. അതോടൊപ്പം നമ്മളെ വളർത്തിയവർ, നമ്മളെ ഭക്ഷണം തന്നവർ, അല്ലാഹുവേ ജീവിതത്തിന്റെ പല മേഖലകളിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തെന്ന പലരും എന്ന ഖബറിലാണ്. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അപ്പൊ മൂന്ന് യാസീൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ യാസീൻ നമുക്ക് ദീർഘായുസിന് വേണ്ടിയിട്ടാണ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലത, റിസ്കിൽ വിശാലത അല്ലാഹു നൽകണം. മൂന്നാമത്തെ യാസീൻ നല്ല മരണം അല്ലാഹു നൽകണം. അങ്ങനെ മൂന്ന് യാസീനും ഓരോ യാസീൻ ഓതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നിയത്ത് വെച്ച് മൂന്ന് യാസീൻ നമ്മൾ ഓതണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. യാസീൻ ഓതാൻ അറിയാത്തവർ മറ്റുള്ളവർ ഓതുമ്പോൾ ഖുർആൻ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരുന്നാലും അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകുന്നതാണ്. നിസ്കാരമില്ലാത്ത അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ദിക്റുകളും സലാത്തുകളും ചൊല്ലി അല്ലാഹുവിനോട് ഒരുപാട് ദുആ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്ന് യാസീൻ കഴിഞ്ഞിട്ട് മധുരവും ചീരണിയും ഭക്ഷണം, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ബറാഅത്ത് രാവിലെ നമ്മൾ ചെയ്യണം. ദാനധർമ്മങ്ങൾ ചെയ്യണം, സലാത്തുകൾ ചെല്ലണം, ദിക്റുകൾ ചെല്ലണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബറാഅത്ത് രാവിലെ ഏറ്റവും നല്ല സമയം മഗ്രിബ് ഇശാഇന്റെ നമ്മൾ ഏറ്റവും നല്ല സമയം നമ്മൾ ബറാഅത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മഗ്രിബിന് മുമ്പ് നമ്മൾ ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുന്നതാണ്. ആ സമയം വല്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു ധാരാളം ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബറാഅത്ത് ദിനത്തിലും ബറാഅത്ത് രാവിലുമൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം, ദിക്റുകൾ ചെല്ലണം, സലാത്തുകൾ ചെല്ലണം. ഭക്ഷണ വിശാലതയ്ക്കുള്ളതും അതുപോലെ തന്നെ റിസ്ക് വിശാലതയ്ക്കുള്ളതും അപകടങ്ങൾക്ക് രക്ഷപ്പെടാനുമുള്ള ഒരുപാട് ദിക്റുകളും സലാത്തുകളും ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ നിങ്ങൾ കേൾക്കുകയും ധാരാളം ചെല്ലുകയും പുണ്യകർമ്മങ്ങളൊക്കെ ആ പുണ്യദിനത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദിവസം ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ചവനെ, ബറാഅത്തിന്റെ ആനുകൂല്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബറാഅത്തിന്റെ ആനുകൂല്യം കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മളത് പറയുന്നതാണ്. അർഹമുർ റഹീമായ റബ്ബ് ബറാഅത്തിന്റെ ആനുകൂല്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നീ മാഫ് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ ബറാഅത്ത് രാവിലെ റബ്ബേ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും ഞങ്ങൾക്ക് നീ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒരുപാട് ബറാഅത്ത് രാവി ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് നിനക്ക് ദിക്ർ ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ.
പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ വേദനകൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്ന പടച്ചവനെ പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. സന്തോഷത്തോടെ താമസിക്കുമ്പോൾ സമ്പത്തുകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ്. കിഡ്നി രോഗമായിട്ട് ട്യൂമർ കുഷ്ഠം ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ അല്ലാഹുവേ. ദാരിദ്ര്യം കൊണ്ട് വലിയ എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ കടക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ നീ കടങ്ങളൊക്കെ വിടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ പരീക്ഷകളാണ്, എല്ലാ പരീക്ഷകളും അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.